നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 7-ാം തീയതി 777 പോർട്ടൽ തുറക്കുന്ന ദിവസമാണ്. അതായത് 777 ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തേണ്ട ദിവസം. ഈ ദിവസം നിങ്ങളുടെ ആഗ്രഹം അതിപ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം ന്യായമാണെങ്കിൽ അത് 100% ഈ പ്രപഞ്ചശക്തി നടത്തി തരുന്നതാണ്. 77 പോർട്ടലിന്റെ പ്രാധാന്യം എന്താണെന്നും ഈ ഏഞ്ചൽ നമ്പർ എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ 2025 ജൂലൈ 7-ന് മുൻപ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ അതിലൂടെ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും സഫലമാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണിത്. കാരണം ജൂലൈ 7-ാം തീയതി 777 പോർട്ടൽ തുറക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസം പൂർണ്ണ വിശ്വാസത്തോടുകൂടി 777 ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും നടന്നു കിട്ടുന്നതാണ്. കാരണം ഈ ദിവസം നിങ്ങളുടെ ആത്മാവും ഈ പ്രപഞ്ച ശക്തിയും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നതും നിങ്ങൾ എഴുതുന്നതുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഈ യൂണിവേഴ്സിൽ എത്തിച്ചേരുന്നതാണ്. ഇനി ഏത് കാര്യം ചെയ്താലും അത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. മാത്രമല്ല ഇതിലൂടെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറി കൂടുതൽ പോസിറ്റീവ് ആയിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഇനി ജൂലൈ 7-ാം തീയതി 777 എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. 7-ാം തീയതി അതുപോലെ തന്നെ ജൂലൈ എന്നത് 7-ാം മാസം. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ട സമയം 7 മണി, അതായത് 7 മണി മുതൽ 7:59 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 7-ാം തീയതി 7-ാം മാസം കൃത്യം 7 മണിക്ക് അങ്ങനെ 777 ഏഞ്ചൽ നമ്പർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഇനി അതല്ലെങ്കിൽ 2025 25 കൂട്ടുമ്പോഴും 7 ലഭിക്കുന്നത്. 7 എന്ന നമ്പർ അല്ലെങ്കിൽ സംഖ്യ സ്പിരിച്വാലിറ്റിയുമായി അല്ലെങ്കിൽ ആത്മീയതയുമായി വളരെയേറെ ബന്ധമുള്ള ഒരു നമ്പറാണ്. ഇനി ആത്മീയത എന്ന വാക്ക് ആത്മാവ് അതുപോലെ തന്നെ ആചാരങ്ങൾ ഇങ്ങനെ രണ്ടായി നമുക്ക് വേർതിരിക്കാം. ഇത് ആത്മാവിൻ്റെയും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും പ്രാധാന്യം സൂചിപ്പിക്കുന്നു. പ്രപഞ്ചം നമ്മുടെ വാക്കുകളെയല്ല, മറിച്ച് നമ്മുടെ വാക്കുകളിൽ നിന്ന് വരുന്ന വൈബ്രേഷനുകളെയും വികാരങ്ങളെയും മനസ്സിലാക്കുന്നു. കാരണം ഈ വികാരങ്ങളെല്ലാം തന്നെ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അത് പ്രപഞ്ചം സ്വീകരിക്കുന്നതുമാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നത് അതൊരു വലിയ കണ്ണാടി പോലെയാണ്, അല്ലെങ്കിൽ കണ്ണാടിക്ക് സമാനമാണ്. നിങ്ങൾ അതിനു മുന്നിൽ വെക്കുന്നതെന്തും തന്നെ അത് തിരികെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചവും. നമ്മുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ, ആഗ്രഹം നടന്നതായി ഈ പ്രപഞ്ചത്തിനോട് പറയുമ്പോൾ അത് അതുപോലെ തന്നെ ഈ പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരുന്നു, അല്ലെങ്കിൽ തിരികെ തരുന്നു. അതുകൊണ്ടാണ് ഈ പ്രപഞ്ച ശക്തിയോട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് സംസാരിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കരുത് എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിനോട് പറയാനുള്ളത് എന്താണെങ്കിലും അത് പോസിറ്റീവായ രീതിയിൽ മാത്രമേ പറയാവൂ. അതായത് നിങ്ങളുടെ ഒരാഗ്രഹം അത് നടക്കണേ എന്നല്ല, നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിച്ച് വേണം യൂണിവേഴ്സിനോട് നമ്മൾ പറയുവാനോ അല്ലെങ്കിൽ എഴുതുവാനോ പാടുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായി എഴുതിയാലോ അല്ലെങ്കിൽ പറഞ്ഞാലോ അതൊരു വൈബ്രേഷനായി ഈ പ്രപഞ്ച ശക്തിയിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആ ഒരു വൈബ്രേഷൻ യൂണിവേഴ്സിലേക്ക് എത്തിച്ചേർന്നാൽ തന്നെ, അതായത് നിങ്ങളും പ്രപഞ്ചവും തമ്മിൽ നേരിട്ടുള്ള ബന്ധം അത് ആ വൈബ്രേഷനിലൂടെ കണക്റ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ആഗ്രഹം സാധിക്കുന്നതിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ വ്യക്തികളെയും ഈ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടു തരുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി 777 ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തുമ്പോൾ ഏത് രീതിയിലാണ് അത് വർക്ക് ആകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന 777 പോർട്ടലിന്റെ ഊർജം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി 2025 ജൂലൈ 7-ാം തീയതി മുതൽ തുടർച്ചയായി 7 ദിവസത്തേക്ക് ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും
നിങ്ങളുടെ ആഗ്രഹങ്ങൾ 7 തവണ വീതം എഴുതുക. ഇനി എഴുതേണ്ട സമയം ആദ്യം പറഞ്ഞിരുന്നു. അതായത് ജൂലൈ 7-ാം തീയതി രാവിലെ കൃത്യം 7 മിനിറ്റ് മുതൽ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് കൃത്യം 7:07. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ 7 മണിക്ക് തന്നെ എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 7 മുതൽ 7:59 എഴുതി തീർക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് എഴുതേണ്ടതെന്നാൽ രാവിലെ വളരെ ശാന്തമായിരുന്ന് ശ്രദ്ധയോടുകൂടി ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതുന്നതിന് മുൻപ് നിങ്ങളുടെ ആത്മാവുമായി അല്ലെങ്കിൽ നിങ്ങൾ ഏതാഗ്രഹമാണോ എഴുതാൻ പോകുന്നത് അത് സാധിച്ചു കഴിഞ്ഞതായിട്ട് വേണം എഴുതുവാൻ. അതുപോലെ തന്നെ ആഗ്രഹം നടക്കുമ്പോൾ എന്തെല്ലാമാണോ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുമ്പോൾ എത്രത്തോളം സന്തോഷം നിങ്ങൾക്കുണ്ടാകുന്നുവോ ആ ഒരു ഫീല് നിങ്ങളുടെ മനസ്സിൽ കാണുക. ആ ഒരു സന്തോഷത്തോടു കൂടി ഇതെഴുതുക. ഇനി എഴുതുന്നതിനിടയ്ക്ക് 100 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവാൻ പാടില്ല. ഇത് പെട്ടെന്ന് എഴുതി തീർത്തിട്ട് വേണം വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുവാൻ, അല്ലെങ്കിൽ കുട്ടികളെ വിടാൻ, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ വിടാൻ. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോൺ കോൾ വന്നാൽ അതിന് പുറകെ പോവുക. ഇങ്ങനെ യാതൊരു കാര്യങ്ങളും ചെയ്യുവാൻ പാടില്ല. പ്രത്യേകിച്ചും എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തത് മാറ്റി വെക്കുകയോ ചെയ്യുക. ഇനി എഴുതുമ്പോൾ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം ഏതാണോ അതാണ് എഴുതേണ്ടത്. ഇനി എഴുതുമ്പോഴും ശ്രദ്ധിക്കുക, ഏതാഗ്രഹമാണെങ്കിലും അത് നടന്നു കഴിഞ്ഞതായിട്ട് വേണം എഴുതേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ വളരെ സന്തോഷവാനും നന്ദി ഉള്ളവനുമാണ്, കാരണം ഞാൻ പ്രതിമാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എഴുതാവുന്നതാണ്. ഇതിനർത്ഥം 1 ലക്ഷം രൂപയാണ് പ്രതിമാസം നിങ്ങൾക്ക് ശമ്പളം വേണ്ടത്. അപ്പോൾ അത് വേണം എന്നല്ല എഴുതേണ്ടത്, നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് വേണം എഴുതേണ്ടത്. ഏതാഗ്രഹം എഴുതി കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിനോട് നന്ദി കൂടി പറയുക. അതായത് നന്ദി കൂടി എഴുതുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നോ എഴുതാവുന്നതാണ്. ഇനി എഴുതുമ്പോൾ വളരെ സാവധാനത്തിലും നല്ല കൈയക്ഷരത്തിലും എഴുതുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് രാവിലെ എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടന്നു കഴിഞ്ഞതായി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒറ്റ വാക്കിൽ എഴുതുക. ഇനി വൈകിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം. വൈകിട്ടും കൃത്യം 7 മണിക്കും 7:59 ഇടയിലാണ് എഴുതേണ്ടത്. ഇനി വൈകിട്ട് എഴുതേണ്ടത് നിങ്ങളുടെ മറ്റൊരാഗ്രഹമല്ല, രാവിലെ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ ഫലം, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതാണ് വൈകിട്ട് എഴുതേണ്ടത്. ഉദാഹരണത്തിന്, ഞാൻ പ്രതിമാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നതിൽ നന്ദിയുള്ളവനാണ്. എൻ്റെ ജീവിതം ഇപ്പോൾ വളരെ സന്തോഷകരമാണ്. ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ല കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. ഞാൻ എൻ്റെ സ്വന്തം വീട് ഉണ്ടാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഏതാഗ്രഹമാണോ എഴുതുന്നത് അത് നടന്നു കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അതാണ് ഒരു 2-3 വാക്കിൽ എഴുതേണ്ടത്. കാരണം 1 by 1 നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം അച്ചിട്ടതുപോലെ തന്നെ നടക്കുന്നതാണ്. ഇങ്ങനെ ബന്ധങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പരമായ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹത്തിന് വേണ്ടി, പണസംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി, അങ്ങനെ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഈ ഏഞ്ചൽ നമ്പർ നാളെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ 7 ദിവസവും നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടി മാത്രമേ എഴുതുവാൻ പാടുള്ളൂ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാറ്റി മാറ്റി എഴുതരുത്. 7 ദിവസം ഇത് തുടർച്ചയായി എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അപ്രതീക്ഷിതമായി നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. മൊത്തത്തിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ ഒന്ന് മാറുന്നതാണ്. ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് ഉറപ്പായും നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ പോസിറ്റീവ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറുന്നതുമാണ്. ഇനി ഇത്രയൊക്കെ പറഞ്ഞാലും ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പൂർണ്ണ വിശ്വാസത്തോടെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡിൻ്റെ പ്രാധാന്യം തന്നെ വിശ്വാസമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കൂ. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.